ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് ബിഗ് ബോസ് സീസൺ 6ൻ്റെ വീട് എല്ലാം പൊളിച്ച് പണിയാണ് കേട്ടോ. പൊളിച്ച് പണിയാണോ ഇനി സീസൺ 7 വരുന്നുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ പൊളിച്ചടുക്കണതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഇത് അവിടെ കിച്ചൺ ഏരിയ ആയിരുന്നു. പക്ഷേ അതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്ത സീസൺ 7ക്കും ആവുമായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഇവരത് പൊളിച്ച് കളയണമെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതാ അവർ ചായ വെച്ച ആ സ്ഥലവും ഗ്യാസും അതെല്ലാം ആണ് അവിടെ. അവരുടെ എല്ലാ കിച്ചണിലെ ഏരിയയിലായിരുന്നല്ലോ കൂടുതലായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ, ഫുഡ് ഉണ്ടാക്കലും എല്ലാം. പിന്നെയാണെങ്കിൽ ഇത് എല്ലാ ബെഡ്റൂമുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം പൊളിച്ചടുക്കുന്നതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ സീസൺ 7ൻ്റെ ഇതിനായിട്ട് ഇനിയിപ്പോൾ അതെല്ലാം ഇത് ചെയ്യുകയാണോയെന്നും അറിയില്ല. മൊത്തം ബെഡ്റൂം എല്ലാം തന്നെ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കേണ്ട കാര്യമുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ അവർ 3 മാസമല്ലേ അവർ അവിടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഇതിൽ സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയാണെങ്കിൽ അത് ഇവർ തന്നെ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ തന്നെ അത് പൈസയൊക്കെ ഇതാക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള സാധനങ്ങളും സംഭവങ്ങളൊന്നും ആരും നശിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അറിയില്ല, ഇനിയിപ്പോൾ പുതിയ ഒരു ഇത് വരാൻ സീസൺ 7ൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ മൊത്തത്തിൽ അഴിക്കുന്നതിൻ്റെയും പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ബെഡ്റൂമുകളും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കേട്ടോ, എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഇതാക്കുകയാണെന്നാണ് തോന്നുന്നത്. കുറേ പേര് നിന്നിട്ട് എല്ലാം അഴിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം വൃത്തിയാക്കുന്നതിൻ്റെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ബിഗ് ബോസ് സീസൺ 6ൻ്റെ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ഒരു വീട്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഇതിലായിരുന്നു അവരുടെ എല്ലാം. എന്താ പറയുക, 3 മാസം 90 ദിവസം അല്ല 100 ദിവസം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. എന്ത് തന്നെയാണെങ്കിലും അവർ ഒറ്റയ്ക്ക് ഒരു ഫോണോ ഒന്നും ഇല്ലാതെ ഉള്ള ആ ഒരു ഇതായിരുന്നു അതിനകത്ത്. പല പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം താണ്ടിയാണ് അവരവിടെ നിന്ന് വന്ന് എന്തായാലും മുന്നോട്ട് വന്നത്. എന്തായാലും ജിൻഡോ തന്നെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ജിൻഡോ ജയിക്കുകയും ചെയ്തു. അതെന്തായാലും പ്രേക്ഷകരുടെ വിധിപ്രകാരം എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. അതിനെന്തായാലും ബിഗ് ബോസിന് മറ്റുള്ളവർക്ക് ആരെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും ചെയ്തില്ല. പക്ഷേ അതേപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് പിന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാവും. ചിലപ്പോൾ ഇനി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്യുമായിരിക്കും, അല്ലാതെ മൊത്തത്തിൽ പൊളിച്ച് മാറ്റുന്നുണ്ടാവില്ലായിരിക്കും. ചില വീഡിയോകളിലൊക്കെ കണ്ടിരിക്കുന്നത് മൊത്തത്തിൽ പൊളിച്ച് മാറ്റുന്ന ഒരു ഇതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് വലിയ ഇതൊന്നും കാണുന്നില്ല. എല്ലാം ജസ്റ്റ് ഒന്ന് ഇതാക്കണതിൻ്റെ ഇതാണ്. എല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അവരുടെ ആ ഓരോ സാധനങ്ങളും അഴിച്ചു മാറ്റുന്നത്, കുറേ പേര് നിന്നിട്ട് എല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട്. അഴിച്ചു മാറ്റി ഇനിയും അത് ഇനി ഇത് പിന്നെ ലിവിങ് ഏരിയ അവരെല്ലാവരും ലാലേട്ടൻ വരുന്ന സമയത്ത് വന്നിരിക്കുന്ന ആ ഒരു ലിവിങ് ഏരിയ ആണിത്. ഇത് കുറേ സാധനങ്ങളൊക്കെ അഴിച്ചിട്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെയും ഈ ഭാഗത്തെല്ലാം ഓരോ സാധനങ്ങൾ അഴിച്ചിട്ടതായിട്ട് കാണുന്നുണ്ട്. അത് പിന്നെ അതിൻ്റെ മേൾവശവും ഇതൊക്കെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് നമ്മൾ കാണുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ഒന്നും നമുക്ക് കാണില്ല. അവർ ജസ്റ്റ് എല്ലാവരും ഇരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഇത് മാത്രം, ഏരിയകളും ഇത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ റൂമുകളും എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇതിലാണ് അവരത് വീഡിയോ എടുത്തിരിക്കുന്നത്. പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എടുത്തിന് ക്ലീൻ ചെയ്യലും പൊളിക്കലും അതുപോലെ എല്ലാം ഇതൊക്കെ ആക്കണതിൻ്റെ ഒരു ഇതാണ് നമ്മൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അത് പിന്നെ അവരെല്ലാം കിടക്കുന്ന റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും എല്ലാം മൊത്തത്തിൽ അഴിച്ചു കിട്ടുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് പിന്നെ അതിൻ്റെ ബിഗ് ബോസിൻ്റെ വീടിൻ്റെ പുറത്താണ്. ഇവിടെയാണല്ലോ എല്ലാവരും വന്ന് ഇരിക്കുന്നതും ഇതൊക്കെ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് കണ്ടോ, ക്യാമറകളെല്ലാം അഴിച്ചിട്ടുണ്ട്. ക്യാമറയെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ക്യാമറ ഉണ്ട് കേട്ടോ. ആരും പ്രതീക്ഷിക്കാത്തടത്തെല്ലാം ക്യാമറയാണ്. അപ്പോൾ ക്യാമറയെല്ലാം അഴിച്ച് ഇതിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി ആയിരിക്കും ഇനി ഇതെല്ലാം അഴിച്ച് പുതിയൊരു മോഡലിലാക്കാനായിരിക്കും. ഓരോ സീസണിലും ഓരോരോ പുതുമയോടുകൂടിയാണല്ലോ വരുന്നത്. ഒന്നിലും ഒരേ ഒരു ഇതാണല്ല അവർ കൊടുക്കുന്നത്, പല മോഡലിലാണ് അവരോരോന്നും കൊടുക്കുന്നത്. അത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരേ രീതിയിലല്ല അവരത് ചെയ്യുന്നത്. ഓരോ എപ്പിസോഡ് വരുമ്പോഴും ഓരോ എപ്പിസോഡല്ല, ഓരോ സീസൺ വരുമ്പോഴും അതിനനുസരിച്ച് അവർ അതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ കാണാനും ആൾക്കാർ ഇതുണ്ട്. കുറച്ചൊക്കെ ഒരു ഇതാണെങ്കിൽ വെറുപ്പിക്കലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ അത് ഒന്ന്
രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ് പ്രേക്ഷകർക്ക്. പിന്നെ എന്തായാലും പ്രേക്ഷകരുടെ വിധിപ്രകാരം തന്നെ ജിൻഡോയും ജയിച്ചത് കൊണ്ട് പിന്നെ ഇനിയും ബിഗ് ബോസ് കാണാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് പിന്നെ അതിനകവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ, അത് അവിടെയൊക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് അവർ എടുക്കുന്നത് കേട്ടോ. കാണാൻ നല്ല എല്ലാം കുറേ പണിക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാർ നിന്നിട്ടാണ് അതെല്ലാം വൃത്തിയാക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം അഴിച്ചു മാറ്റുന്നതും എല്ലാം കേട്ടോ. ഇത് കണ്ടോ, എല്ലാം പൊളിച്ചു പണിയുന്നൊരു സീനാണ് കാണുന്നത്. കിച്ചൺ ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും എല്ലായിടവും. പിന്നെ ഇത് അവരുടെ ഇതുണ്ടല്ലോ, സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് ഇത്. അതിലും എല്ലാ മാറ്റങ്ങൾ വരുത്തുവാണ്. സീസൺ 7 വരാനുള്ള സാധ്യതയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.